തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. സർജറി ചെയ്തയാളിന്റെ കാലിൽ പുഴുവരിക്കുന്ന നിലയിലെന്ന് ബന്ധുക്കൾ. പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്ര പ്രസാദിന്റെ കാലാണ് പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 28-ന് രാജേന്ദ്ര പ്രസാദ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റാണ് ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത്. കാലിൽ ശസ്ത്രക്രിയ നടത്തി കമ്പിയിട്ടിരുന്നു. തുടർന്ന് ICUവിലേക്ക് മാറ്റി. 5 ദിവസത്തെ ICU വാസത്തിനു ശേഷം രാജേന്ദ്ര പ്രസാദിനെ ജനറൽ വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് രോഗിയുടെ സർജറി ചെയ്ത കാലിൽ പുഴുക്കൾ അരിക്കുന്ന നിലയിൽ കണ്ടത്. രോഗിയുടെ അവസ്ഥ കണ്ട് പ്രകോപിതരായ ബന്ധുക്കൾ ആശുപത്രിയിൽ വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. ബന്ധുക്കളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ആശുപത്രി അധികൃതർ രോഗിയെ അടിയന്തരമായി വീണ്ടും ICUവിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുള്ളത്. സർജറി ചെയ്തയാളുടെ കാലിൽ പുഴുവരിക്കുന്ന നിലയിലാണ് കുടുംബാംഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പാരിപ്പള്ളി സ്വദേശിയുടെ കാലാണ് ഇത്തരത്തിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസമായിരുന്നു രാജേന്ദ്ര പ്രസാദ് എന്നയാൾ ബൈക്ക് അപകടത്തിൽപ്പെട്ട് കാലിന് പരിക്കേറ്റ് ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഇതേ തുടർന്ന് കാലിൽ കമ്പിയിടണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടത്. കമ്പിയിട്ടതിനെ തുടർന്ന് ഇയാളെ നേരെ തന്നെ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. ശേഷം 5 ദിവസത്തിന് ശേഷമാണ് ഇയാളെ ICUവിൽ നിന്ന് പുറത്തിറക്കി വാർഡിലേക്ക് മാറ്റി നോക്കുമ്പോഴാണ് രോഗിയുടെ സർജറി ചെയ്ത കാലിൽ പുഴു അരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും രോഗിയുടെ അവസ്ഥ കണ്ട് വലിയ രീതിയിൽ ബന്ധുക്കൾ വലിയ പ്രതിഷേധം ആശുപത്രിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ രോഗിയെ വീണ്ടും ICUവിലേക്ക് അധികൃതർ മാറ്റിയിട്ടുണ്ട്.